കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. BJP ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഒരു യൂട്യൂബറെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശകനെന്ന നിലയിൽ BJP IT സെല്ലിന്റെ കണ്ണിലെ കരട് കൂടിയാണ് യൂട്യൂബർ ധ്രുവ് റാഠി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യത്തെ പ്രതിപക്ഷ ശബ്ദമായി ധ്രുവ് റാഠി മാറി. ഏറ്റവും പുതിയ വീഡിയോയായ മോദി ദി റിയൽ സ്റ്റോറി 21 മണിക്കൂറിനകം കണ്ടത് 89 ലക്ഷം പേരാണ്. കഴിഞ്ഞ മാസം മാത്രം 25 ലക്ഷത്തിലേറെ പുതിയ വരിക്കാരാണ് ധ്രുവ് റാഠിയുടെ യൂട്യൂബ് ചാനലിൽ എത്തിയത്. ധ്രുവ് റാഠി വ്ലോഗ്സ്, ധ്രുവ് റാഠി ഷോർട്സ് എന്നീ 3 ചാനലുകളിലായി 2.56 കോടി വരിക്കാരാണുള്ളത്. ആകെ കാഴ്ചക്കാർ 326 കോടിയിലേറെ വരും. ഇതിൽ രാഷ്ട്രീയ വിശകലനത്തിന് മാത്രമായുള്ള ധ്രുവ് റാഠി എന്ന ഹിന്ദി ചാനലിലാണ് ഏറ്റവും കൂടുതൽ വരിക്കാരുള്ളത്, 1.9 കോടി. ഹരിയാന സ്വദേശിയായ ധ്രുവ് റാഠിയും ഭാര്യയും ജർമ്മനിയിലാണ് താമസം. 2014 യൂട്യൂബ് ചാനൽ തുടങ്ങിയതെങ്കിലും 2016 സെപ്റ്റംബറിലാണ് BJP IT സെല്ലിനെ കടന്നാക്രമിച്ചുകൊണ്ട് ധ്രുവിന്റെ ആദ്യ രാഷ്ട്രീയ വീഡിയോ എത്തുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോ ഒരു മാസം മുൻപ് കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഡിക്റ്റേറ്റർഷിപ്പ് കൺഫേംഡ് എന്ന വീഡിയോയാണ്. 3.3 കോടി കാണികൾ കണ്ടത്. ധ്രുവ് റാഠിയും ഭാര്യയെയും സംബന്ധിച്ച് നിരവധി ആരോപണങ്ങൾ പ്രചരിച്ചിരുന്നു. ധ്രുവിന്റെ യഥാർത്ഥ പേര് ബദ്രുദ്ദീൻ റാഷിദ് ലാഹോറി എന്നാണെന്നും ഭാര്യ ജർമ്മൻ സ്വദേശിയായ ജൂലിയുടെ യഥാർത്ഥ പേര് സുലൈഖ എന്നാണെന്നുമായിരുന്നു പ്രചരണം. ഇവർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്നും അധോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിമിന്റെ കറാച്ചിയിലെ ബംഗ്ലാവിൽ പാക് സൈന്യത്തിന്റെ സംരക്ഷണയിലാണെന്നും സന്ദേശങ്ങൾ പരന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ ഏറ്റില്ല. താൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് മറുപടിയില്ലാത്തതിനാൽ വ്യാജ പ്രചരണം നടത്തുകയാണെന്നായിരുന്നു ധ്രുവ് റാഠിയുടെ പ്രതികരണം.